ഇനി എങ്ങട്ടാ? അങ്ങനെ നമ്മള് നെക്സ്റ്റ് ഡേ എവിടെ എല്ലാരും എവിടെ ഇങ്ങോട്ട് കുത്തി തിരക്കി ഞാനിവിടെ ഇതില്. അപ്പൊ ഇനി നമ്മൾ എവിടേക്കാ? ഇനിയിപ്പോ അടുത്ത് നമ്മുടെ ഇന്ത്യയിലാണ് പാലസ്. വീണ്ടും കറങ്ങാൻ പോവാ. യെസ്, അതൊക്കെ അതിൽ വെച്ചോളൂ. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ മൈസൂരിലാണ്. മൈസൂരിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ് കേട്ടോ. എന്നാലും നമുക്ക് ഏഴരിക്കുമ്പോഴേക്ക് ശരിയായിടും. അതെ അതെ അതെ. ശ്രീ ചാമുണ്ടേശ്വരി ടെമ്പിൾ. പൂക്കള് വിൽക്കാൻ വെച്ചേക്കണേ. എന്ത് ഭംഗിയായിട്ടാ വെച്ചിരിക്കണല്ലേ. ഓ, സാരി എല്ലാം ദേവിക്കുള്ളതാണ്. ചാമുണ്ടേശ്വരി ടെമ്പിൾ. ഈ മാലകളൊക്കെ നല്ല രസല്ലേ. കടകളൊന്നും തുറന്നിട്ടില്ല. നിറയെ കടകൾ വഴി ഇങ്ങനെ പോവുക. പക്ഷെ നമ്മൾ ഭയങ്കര നേരത്തെ പറഞ്ഞുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല. ചിലതൊക്കെ തുറന്നിട്ടുള്ളൂ. എന്തോ ഒരു ഭംഗിയാണ്. ഇത് മൈസൂരിലത്തെ ഫേമസ് ആയിട്ടുള്ള ചാമുണ്ടേശ്വരി ടെമ്പിളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. അതങ്ങനെ ഉയർന്ന ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും മൈസൂരിലത്തെ പല ഭാഗങ്ങളും നമുക്ക് നല്ല ഭംഗിയിൽ അങ്ങനെ കാണാൻ പറ്റും. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെ കരുതി. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾക്ക് വേഗം തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി കേട്ടോ. അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്കതിങ്ങനെ ഒറ്റ ഫ്രെയിമിൽ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. പക്ഷെ നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അമ്പലം. അപ്പോൾ എന്തായാലും അവിടെ പോകുന്നവർ ഈ അമ്പലം മിസ്സാക്കരുത്. കാണുക തന്നെ വേണം. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വണ്ടി വരുന്നത്. ഓ, ഇതായിരുന്നല്ലേ കട. അതൊന്ന് കാണിച്ചേ. നല്ല രസമുള്ള മാല അല്ലേ. വാങ്ങ ഇല്ല, ബാഗിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അങ്ങോട്ട് അമ്പലത്തേക്ക് പോകുന്ന വഴിക്ക് നോക്കുന്ന സമയത്ത് കടകളെല്ലാം അങ്ങനെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ കടകളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നല്ല രസമായിരുന്നു. കാറിന്റെ മുമ്പിൽ ഇഷ്ടപ്പെട്ടു. പോയി നമ്മൾ ഗുരുവായൂരിലെ വ്ളോഗിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. ഗുരുവായൂർ പോകുമ്പോഴാണ് ഇതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ നിറയെ കടകളൊക്കെ ഉണ്ടാവുക. അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല രസമാണ്. രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകളാണ്. ആ ഒരു അമ്പലത്തിൽ പോയി വന്ന ലുക്കല്ലേ. ഇനി ഇത് വെച്ചിട്ട് എത്ര ചർച്ച അപ്പോൾ എല്ലാവരും ചോദിക്കും. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖല്ലേ? എല്ലാം സുഖായില്ലേ? ഓ, വെരി ഗുഡ്. ചാമുണ്ടേശ്വരി ഇത് വീഡിയോ. അങ്ങനെ നമ്മള് അമ്പലത്തിൽ തൊഴുത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്താ കാറിലേക്ക് തിരിച്ച് കയറാട്ടോ. ആരും അവിടെ നിന്നിട്ട് എന്തൊക്കെയാ ബഹളം വെക്കുന്നുണ്ട്. ആഹാ, അങ്ങനെ പറഞ്ഞോ? ഓഹോ, അങ്ങനെ പറഞ്ഞോ? ആ, അത് നടക്കില്ല. പാറു ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ് പാറു മൈസൂർ വന്നത്.
നോക്കി. ഇങ്ങോട്ടോക്കി, ഇങ്ങോട്ടോക്കി, ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടോക്ക്. പാറു, അച്ഛാ. അമ്പലത്തിൽ തൊഴുത് വന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ റൂമിൽ വന്നിട്ട് ഇനിയാണ് നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങണം. അപ്പം മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പോണത്. അമ്മ, അച്ഛാ, ഞാൻ എവിടെ? ഇത് നമ്മളെല്ലാരും കാണാണ്ട്. എത്ര രൂപ? മൈസൂർ പാലസിലേക്ക് കയറാൻ പോവാ. ഓ മൈ ഗോഡ്. ബാക്കിലുണ്ട് പാലസ്. ഓക്കെ, ഇനി നമുക്ക് കിടക്കാം. നമ്മൾ കൊട്ടാരത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ പുറത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ട്, വലുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ കയറാൻ പോവുകയാണ്. മുൻഭാഗം കൊട്ടാരത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം മുൻഭാഗം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. 1912 ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് വടയാർ രാജവംശത്തിൻ്റെ കീഴിലാണ് ഈ കൊട്ടാരം ഉണ്ടായിരുന്നത് കേട്ടോ. എടോ, ഇതാണ് തോന്നുന്നുണ്ട് ആ സ്ഥലം, കോർട്ട്യാർഡ്. എന്ത് കുട്ടി പാറു, എടോ അടുത്തേക്ക് നിൽക്ക്. എടോ ഓക്കെ, എങ്ങനെയുണ്ട്? ആ കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ നമ്മുടെ മനസ്സിൽ കൂടെയൊക്കെ വരും കേട്ടോ. കാരണം ഒരു നാട് മുഴുവൻ ഭരിച്ചിരുന്ന രാജാവും രാജ്ഞിയും മക്കളും അങ്ങനെ മൊത്തത്തിലൊരു രാജകുടുംബം മൊത്തത്തിൽ താമസിച്ചിരുന്ന അവരുടെ കൊട്ടാരമല്ലേ ഇത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്കൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ശരിക്കും എന്താ പറയുക, കാണുന്നതിൻ്റെ ഭംഗിയൊന്നും ശരിക്കും നമുക്ക് വീഡിയോയിൽ ഒരിക്കലും കിട്ടില്ല കേട്ടോ. കാരണം അത് വല്ലാത്തൊരു എന്താ പറയുക, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാണ്. നമുക്ക് ഒരിക്കലും അത് ഒരു ക്യാമറയിൽ കൂടെ നമുക്കത് കിട്ടുന്നതല്ല, കണ്ടു തന്നെ അറിയേണ്ട ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത്. ഇങ്ങനത്തെ ഒരു വീട് കെട്ടണം എന്നാണ് ആഗ്രഹം. ചെറിയ ആഗ്രഹം എന്നല്ല കേട്ടോ. കണ്ടോ, വളരെ ചെറിയൊരു വീട്, വളരെ ഒരു കൊട്ടാരം, ഒരു വളരെ ചെറിയൊരു കൊട്ടാരം അല്ലേ, ഇതുപോലെ ചെറിയത് അല്ലേ പ്രതു? അപ്പുറത്തതാ വേറെ. അവിടെ അല്ലേ മറ്റേ മന്ത്രിസഭയൊക്കെ കൂടുന്ന സ്ഥലം. ഓ, അങ്ങോട്ട് നോക്കിയോ പാറു? നോക്ക്, അതുണ്ടോ ആ കോണി കയറി പോകുന്നു. സ്പൈറൽ കോണി. ഓ, ആരാ നിക്കണുണ്ടോ? ഓ, എന്തല്ലേ എല്ലാരും കൂടെ വരും. നല്ലോണ്ട് വരും. അപ്പൊ വിളിച്ചു ഉണ്ടല്ലേ ടൈൽസ്. എത്ര കാലം അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ടൈൽസുകളൊക്കെ എന്ന് പറഞ്ഞാലേ രാജാവിൻ്റെ
അല്ല നല്ലതായിട്ട് സ്പോസായിട്ട് നിൽക്കണില്ലേ? അതൊക്കെ ശരിക്കും നമ്മളെ നോക്കിയിരിക്കണം. നമ്മളെ നോക്കിയിരിക്കണ പോലെ അപ്പൊ അവിടെ നോക്കിയാലും അങ്ങനെ തന്നെ അയാളുടെ മന്ത്രി ആയിരിക്കും ഇയാള്. അതാണ് ലാൽ കില എന്ന് പറയുന്നത്. ലാൽ കിലയിലാണ് പ്രധാനമന്ത്രി വന്നിട്ട് ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യാം. ബാക്കി പ്രധാനമന്ത്രിക്ക് ഇന്ത്യ ഗേറ്റിലെ പണി അവിടെ ഒരു ഇതുമാത്രം. എങ്ങനെയുണ്ട് കൊട്ടാരം? കൊട്ടാരം എങ്ങനെയുണ്ട്? ഓട്ടം സൂപ്പറാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരും. കേട്ടോ അങ്ങോട്ട് നോക്കിട്ടാ. നല്ല സൈറ്റ്. പെണ്ണുങ്ങണി പെണ്ണുങ്ങ നട്ടപ്പൊരി വെയിലത്ത് അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൻ്റെ പുറത്തെത്തിയിട്ടാ. അമ്പോ ഒരു ലോകം തന്നെ ഉണ്ട്. എന്തോ രസമാണ് കാണാൻ. കണ്ട ഇത് എത്ര സെന്റ് എന്നല്ല, അത് ഏക്കറാണ്. ഫുൾ എന്തോ രസമാണ് സംഭവം. എവിടെ അമ്മമ്മേനെ 2 വട്ടം വിളിച്ച്, അമ്മാച്ചനെ 1 വട്ടം വിളിച്ച്, ഒരാളും എടുക്കണം. ഞങ്ങളവിടെ നിൽക്കാം. ഞങ്ങൾ ആ മൂലയിൽ നിൽക്കാം. കുടിച്ചോ, മേടിക്ക പാറ് മേടിച്ച. ഞാൻ ശരിയായില്ലേ? നമ്മൾ ഇത് കുടിക്കണതൊക്കെ എടുക്കണ്ടായിരുന്നല്ലേ? ഇതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൽ കൂടെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് കണ്ട ആൾക്കാർ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കും. പക്ഷേ സൈഡിൽ കൂടെയാണ് കയറുക. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. അപ്പോൾ ഇവിടെ വരണം എന്നുള്ളത് പാറൂനായിരുന്നു ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും വരണം എന്ന് ഭയങ്കര ആഗ്രഹം തന്നെയല്ലേ. സൂപ്പർ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഫസ്റ്റ് ടൈം ലൈഫിലെ ഫസ്റ്റ് ടൈം. ഓ എന്തൊരു നിശബ്ദത അല്ലേ ഉള്ളിൽ. അങ്ങോട്ട് നോക്കാം, അവിടെ ഒരു ഇത്. സൂപ്പർ സൂപ്പർ.
അമ്പലത്തിലും ചർച്ചിലൊക്കെ പിന്നെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതെടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല രസമാണ് അതിൻ്റെ ഉൾഭാഗം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമൊക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്തോടത്തോടത്ത് കിട്ടിയത് മതി. നമ്മള് പെട്ടെന്ന് അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അന്ന് ഇന്നാട് പോവത് കാര്യമൊക്കെ മറ്റേതായി തരി അത് കണ്ടപ്പോൾ ഇനിയിപ്പോ ഇവിടുന്ന് ആരംഭിക്കുക കാട് ബന്ദിപ്പൂർ ടൈഗർ കാണാനൊരു രസമുണ്ട്. കണ്ടു ഇത് ശരിക്കും ആൺമയിലാണ്. അതിന്റെ പീലി ഇപ്പൊ പോയതാണ്. ഒരു പേടിയില്ലല്ലോ, പീലി പോയതാണത്. ഇതിന് ശരിക്കും ആ ഫോട്ടോയിലൊക്കെ കാണാനല്ലാണ്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കളറ് നീല. അങ്ങനെ മൈസൂരിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിതാ ഇനി ഊട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോയി ഇങ്ങോട്ട് വരുമ്പോൾ വന്ന ആ കാടില്ലേ, അപ്പോൾ ആ കാട്ടിലൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതാ കുട്ടികളൊക്കെ ആണെച്ചെങ്കിൽ അതെങ്ങനെ അവരൊക്കെ അങ്ങനെ ഉറങ്ങി, അവിടെ അങ്ങനെ ക്ഷീണം കാരണം അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അതിനെ മറ്റേ ഇങ്ങനത്തെ ഒന്നുകൂടെ കാണിക്കും. അങ്ങനെയല്ല, അങ്ങനെ തന്നെ എവിടെ എനിക്കാണ് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പൊ എടുക്കണ്ടേ, എല്ലാവരും ഇപ്പൊ എടുക്കണ്ടേ. എടുത്തുവോ? അത് നല്ല ക്ലിയർ ആയിട്ട് നമ്മളെ കൂടെ പോരാണ്. ശരിക്കും ആ പീലിയൊക്കെ ശരിക്കും പീലിയുണ്ട്. വലിയൊരു കാട് പോലെ ഉണ്ട്. അത് ഈ ഇല അത് ശരിക്കും വളർത്തുന്ന ആനയാണ് തോന്നുന്നുണ്ടല്ലേ? വളർത്തുന്ന അങ്ങനത്തെ ആനയാണ്. പക്ഷെ അവിടെ കണ്ടത് കാട്ടാനെ, അത് കാട്ടാനായിരുന്നു. സാധാരണ നമ്മുടെ നല്ല ആനയാണ്. നീ ഈ ഓരത്തിന്റെ എന്നോട് നോക്കിയിരുന്ന ഇതണ്ടോ ഈ അലരി, ഇതിന്റെ നമ്മള് പോരും ഭാഷ എടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മളെ പരിപാടി ഇതാണ്. മൈസൂരിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഊട്ടി റോഡിലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ദൈവമേ, ഇവിടെ എന്താ പറയുക, ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുൽമോഹർ പൂക്കൾ, നമ്മൾ മെയ് ഫ്ലവർ, ഒരുപാട് പേര് ഇതിനെ പറയും. നമ്മുടെ നാട്ടിൽ അലരി എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പൂക്കൾ ശരിക്കും കേരളത്തിന് പുറത്ത് എവിടെയോ ആണോ എന്ന് വരെ തോന്നും ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ. അത്രയും ഭംഗിയിൽ എത്ര മരങ്ങളറിയാം ഒരേപോലെ റോട്ടിൽ നിൽക്കുന്നത്. അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നിറയെ എടുത്തു. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കണ്ണിൽ കാണുന്ന ആ ഭംഗി ഇതിൽ അത്ര കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നെങ്ങട്ടാ ഊട്ടിയിലേക്ക് യാത്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ മസനഗുഡി എത്തിയ സമയത്ത് അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വീണ്ടും നീ ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. അമ്മ അമ്മ അമ്മാച്ച തിരിയാൻ വയ്യില്ല, അത്രേ തിരിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കാര്യമായിട്ടേ അത്ര വലിയ ഒരു ഇതില്ല. പിന്നെ വേറെ കാര്യം, കുട്ടിക്കാലത്ത് ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അമ്മ കാണുന്നുണ്ടോ ഈ കല്യാണ തീ കൊളുത്തി വീട്ടിൽ വെച്ച് കത്തിച്ചിട്ട് രണ്ടുപേരിലും പോയിരുന്നു. അപ്പൊ നമ്മുടെ ചെറിയ അച്ഛൻ പിന്നെ ഹെയർ പിന്നും അറിയണില്ല, ഒന്നും അറിയണില്ല കേട്ടോ. ഈ രണ്ടുപേരിലെ പകുതിയുള്ളൂ ഈ ഇടത്തെ കൈന്റെ. അത് പടക്കം പൊട്ടിട്ട് പോയതാ. അങ്ങനെ നമുക്ക് 5 പൈസ 1 കിലോന്
അന്നത്തെ റേറ്റ് നീ ആ പാറു. എഴുതി വെക്കണം. അപ്പം നമ്മൾ ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുക. ആ ഓക്കെ. അപ്പം നീ മൈസൂരിലത്തെ കാര്യം പറ. മൈസൂരിൽ ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാ? അങ്ങോട്ട് പാലസ്, ചാമുണ്ടേശ്വരി. എനിക്ക് തോന്നുന്നു ടെമ്പിളിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോണ വഴിയല്ലേ പ്രതുവിന് ഇഷ്ടപ്പെട്ടെ? ഷോപ്പിംഗ് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ, ഒരു ബോക്സ് നിറയെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതന്നെ, അപ്പൊ അത് ഇഷ്ടപ്പെട്ടല്ലേ? ഇവിടെ ടൈഗർ ഉണ്ടെന്നൊക്കെ അല്ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ? നമ്മളിങ്ങനെ വന്ന് 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 ഊട്ടിയുടെ മുകളിലെത്താറായി എത്തിയിട്ടില്ല. തൊടാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നടന്നു പോകുമ്പോ അല്ല അമ്പലം. സാധാരണ ഇതിലേക്ക് ഈ മരണത്തിന്റെ മുകളിലാണ് ഉള്ളത്. അങ്ങനെയൊക്കെ അടിപൊളി. അവിടെയൊക്കെ വീട് വരും. അവിടെ കുന്നിന്റെ മുകളിലൊക്കെ താമസിക്കുന്നവരേ. ആ എന്താ അവസ്ഥ? ഇതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതാ പറയണ തള്ളി മറിക്കലിന്റെ കൂടെ അതൊക്കെ ശ്രദ്ധിക്കൂ. നോക്കണ്ടായി, നല്ല കണക്കിൽ പിടിച്ചിട്ടുണ്ട്. കുതിര ഇതിന് ഇന്ത്യയിൽ പറയാ കച്ചർ എന്നാണ്. കോടി അത് രണ്ട് തരം. എന്നിട്ട് അപ്പൊ ഏട്ടനോട് പറഞ്ഞു, അതെ ഞാനിവിടെ ഏട്ടനോട് അങ്ങനെ ഏട്ടൻ പറഞ്ഞു, അതെ അവൻ തന്നെയാണ് ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അനിയനാണ് എവിടേക്കാ പോണ്? വീടുകൾ നോക്കിയേ അച്ഛൻ ഒന്ന് ഇടത്തോട്ട് നോക്കി അതൊന്ന് കാണോ? ഇത് ഇതിലും മേലെ കണ്ടതല്ലേ ഞാൻ. ായിട്ടൊന്നും പറയരുത്. ഞാനൊരു വീഡിയോ എടുക്കട്ടെ. അതെ ആയിക്കോട്ടെ, വീഡിയോ എടുത്തോളൂ. അല്ല നമ്മുടെ ഒരു പെൻഡിങ് വർക്കാട്ടോ. നമ്മുടെ ഞാന് ഖത്തറില് നമ്മുടെ നീലക്കുറിഞ്ഞി, മൈസൂരിലത്തെ നീലക്കുറിഞ്ഞി, ഇവിടെ വന്നപ്പോ ഊട്ടിയിലെ നീലക്കുറിഞ്ഞി. നമുക്ക് എവിടെ നീലക്കുറിഞ്ഞി പൂവാണ്. ഞാൻ പറഞ്ഞത് വെച്ചാല് നമ്മളെ അവിടെ കിട്ടാണ്ടായിട്ട് ഇങ്ങോട്ട് വരാക്കണോ അതോ ഇവിടെ നോക്കിയിട്ട് അതോ അവിടേക്ക് പോവേ എന്നിട്ട് അവിടെ ബെറ്റർ ആണ് എന്തോ നോക്കിയാൽ സ്ഥലങ്ങൾ കണ്ടതാണ്. അപ്പൊ അവിടെ നമ്മള് സാമ്പാർ കൂട്ടി ഊണിച്ചാൽ നല്ല 1ാം ക്ലാസ് മുരിങ്ങക്കായ സാമ്പാർ കൂട്ടി ഊണിച്ച ആൾക്ക് ഈ രസത്തിനോട് ഇതേ മാതി. നമ്മൾ ഊട്ടിയിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ കോട്ടേജ് ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കോട്ടേജിൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ അവിടെ ബാഗും നമ്മളുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയി കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അവിടെ കാണാനായിട്ട് ഒന്നും അന്നത്തെ ദിവസം പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ഒന്നുമില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ജസ്റ്റ് അവിടെ ഊട്ടി ആ ടൗണിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരുക എന്നുള്ള കാര്യം മാത്രമാണ് ഇനി ഇന്നത്തെ ദിവസമുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി ഊട്ടിയിലെ കാഴ്ചകൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് എല്ലാവരായിട്ടും ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഊട്ടി കാഴ്ചകളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. നല്ല ഭംഗിയാണ്. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇതിപ്പം രാത്രിയാണ് കേട്ടോ. നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാത്രിയിലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പായിരുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് പോണത് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അപ്പം അവിടെ ചെന്നിട്ട് നോക്കുന്ന സമയത്ത് 19 ഡിഗ്രി ആയിരുന്നു, 19. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നല്ല, കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഊട്ടിയിലേക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടുത്തെ ചൂട് സഹിക്കാത്ത ഒരു കാരണം കൊണ്ടാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും ബൈ.